ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വിഷു സ്പെഷ്യൽ പായസത്തിന്റെ റെസിപ്പിയും കൊണ്ടാണ്. ഈ പായസം ഞാൻ ചെറുപയർ പരിപ്പ് അതുപോലെ കടലപ്പരിപ്പും നുറുക്ക് ഗോതമ്പും കൂടെ ഒന്നിച്ചിട്ടിട്ട് ഉണ്ടാക്കുന്ന ഒരു പായസമാണ്. അപ്പോൾ നമ്മളങ്ങനെ ഒന്നിച്ചുണ്ടാക്കാറുണ്ടാവില്ല. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പായസമാണ്. അപ്പോൾ ഈ റെസിപ്പി എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് തന്നിട്ടുള്ള ഒരു റെസിപ്പി ആയിരുന്നു. അപ്പോൾ ഞാനത് ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ആ ബെല്ലൈക്കണും കൂടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യണം. അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ റെസിപ്പിയിലോട്ട് പോകാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ് കേട്ടോ അത്. ഈ പായസത്തിന് ആവശ്യമായിട്ടുള്ളത് 150 ഗ്രാം ചെറുപയർ പരിപ്പ്, 150 ഗ്രാം കടലപ്പരിപ്പ്, അതുപോലെ തന്നെ 150 ഗ്രാം നുറുക്ക് ഗോതമ്പ്, 3 ഒരേ അളവിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ തേങ്ങാപ്പാലാണ്, 2 തേങ്ങൻ്റെ പാലാണ്. ഇത് 2ാം പാലാണ്. അതുപോലെ ഇത് തലപ്പാല്. ഇത് ഞാൻ കണ്ടൻസ്ഡ് മിൽക്കും പാലും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ 2ാം പാലാണ് കൂടുതൽ എടുക്കേണ്ടത്. 2 തേങ്ങയുടെ പാലാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ 1 കിലോ ശർക്കര ഞാൻ വെള്ളമില്ലാണ്ട് ഉരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങാക്കൊത്ത്, അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ്, ഏലക്കായ, ചുക്ക്, ചെറിയ ജീരകം, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നമുക്ക് ആദ്യം തന്നെ കടലപ്പരിപ്പും ചെറുപയർ പരിപ്പും ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അത് ഒന്നിച്ചിട്ട് വറുക്കണ്ട, സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ വറുത്തെടുക്കുക. ഒരു പാനിൽ കടലപ്പരിപ്പാണ് ഞാൻ ആദ്യം ഇട്ടിട്ടുള്ളത്. നമുക്കൊന്ന് കരിയാണ്ട് വറുത്തെടുക്കാം. അപ്പോൾ ഇത് വറവായിട്ടുണ്ട്. ഈ ഒരു ഇത്രയും മതി കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് കോരി മാറ്റാം. ഇനി ആ പാനിൽ തന്നെ ഞാൻ ചെറുപയർ പരിപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കരിയാണ്ട് വറുത്തെടുക്കാം. അപ്പോൾ ഇത് നിങ്ങൾ വറുത്തതിന് ശേഷം മാത്രം കഴുകുക കേട്ടോ. ആദ്യം കഴുകിയിട്ടുണ്ടെങ്കിൽ വറവായി കിട്ടൂല, നനഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് വറുത്തതിന് ശേഷം നമുക്ക് ഒന്നിച്ച് കഴുകിയാൽ മതി. അപ്പോൾ ഇതും വറുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റാം. എന്നിട്ട് 3ഉം കൂടെ ഞാനൊന്ന് കഴുകിയിട്ട് കുക്കറിൽ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങൻ്റെ 2ാം പാൽ ഒഴിച്ചിട്ടാണ് നമ്മൾ വേവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പാലിൽ വേവിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. എപ്പോഴും പരിപ്പ് പായസങ്ങളൊക്കെ ചെയ്യുമ്പോഴിങ്ങനെ പാലിൽ തന്നെ വേവിക്കുക. നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഓരോ കുക്കറിനും ടൈമിന് വ്യത്യാസം ഉണ്ടാവും. പുതിയതും പഴയതൊക്കെ നല്ല ഡിഫറൻസ് ആണ് ടൈമിനൊക്കെ. ഇനി ഈ സമയം കൊണ്ട് തന്നെ നമുക്ക് ജീരകം അതുപോലെ ഏലക്കായ ഒന്ന് വറുത്തെടുക്കാം. നമുക്ക് ലാസ്റ്റ് ഒന്ന് പൊടിച്ച് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ സമയത്ത് തന്നെ ചുക്കിൻ്റെ കഷ്ണമാണ് നിങ്ങൾ ഇടുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ ഇതിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കുക. ചുക്കുപൊടിയാണെങ്കിൽ പിന്നെ അതിൽ ഇടേണ്ട ആവശ്യമില്ല. നമുക്ക് ലാസ്റ്റ് അതിൽ മിക്സ് ചെയ്താൽ മതി. നന്നായിട്ടൊന്ന് ജീരകം പൊട്ടി വരുന്ന സമയത്ത് നമുക്കൊന്ന് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ജീരകം കരിയാണ്ട് ശ്രദ്ധിക്കുക, കരിഞ്ഞു പോയാൽ കയ്പ്പ് വരും. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് ഏകദേശം ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രം വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട് ഞാൻ. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് മിക്സ് ഇതിലേക്ക് ഇടാം. ഇതിലത്തെ ബാക്കിയുള്ള ആ ഒരു വെള്ളത്തിൻ്റെ ഒരു ഇതും കൂടെ നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ പരിപ്പിനൊക്കെ നെയ്യിൻ്റെ ഒരു ടേസ്റ്റ് നെയ്യിൽ കിടന്ന് വരട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് ഒക്കെ നിങ്ങളെ ഇഷ്ടംപോലെ നെയ്യിൻ്റെ അളവൊക്കെ നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇതിൽ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കരയാണ് ചേർക്കേണ്ടത്.
അപ്പോൾ നിങ്ങൾ കുറേശ്ശായിട്ട് ശർക്കര ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ചില ശർക്കര നല്ല മധുരമായിരിക്കും. ഞാനിവിടെ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. പായസമാകുമ്പോൾ അത്യാവശ്യം മധുരം വേണമെങ്കിലും മധുരം കൂടി പോകരുത്. കൂടിക്കഴിഞ്ഞാൽ നമുക്ക് കുടിക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത്. ഈ ശർക്കരയും പരിപ്പും കൂടെ നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. എങ്കിലേ പരിപ്പ് ഗോതമ്പിലൊക്കെ ശർക്കര ശരിക്കും പിടിക്കുള്ളൂ. ഇതൊക്കെ പായസം ചെയ്യുന്ന സാധാരണ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാവും. പക്ഷെ ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പായസത്തിൻ്റെ മൊത്തം ടേസ്റ്റ് മാറും. അപ്പോൾ മധുരം കുറവായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഒന്ന് ശർക്കര ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇത് വരട്ടിയെടുക്കുന്ന സമയത്ത് നല്ലോണം തെറിക്കും കേട്ടോ. അപ്പോൾ തീയൊന്ന് കുറച്ച് വെച്ചിട്ട് തന്നെ ചെയ്യുക, അല്ലെങ്കിൽ പരിപ്പ് പെട്ടെന്ന് അടി പിടിക്കും ചെയ്യും. കയ്യിലേക്കൊക്കെ തെറിക്കാൻ സാധ്യത ഉണ്ട്, ശ്രദ്ധിക്കുക. അപ്പം ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുക. ഒന്ന് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം നല്ല ഉപ്പുള്ള ശർക്കരയാണെങ്കിൽ ഉപ്പ് ചേർക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ ഇത് ഏകദേശം ശർക്കര ഇന്നും കൂടെ നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് തേങ്ങൻ്റെ ബാക്കിയുള്ള രണ്ടാം പാലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഈ പാല് നന്നായിട്ടൊന്ന് വറ്റി വരണം കേട്ടോ. പാലും പരിപ്പും എല്ലാം കൂടെ ഒന്നിച്ച് തിളച്ച് വറ്റിയെടുക്കണം, നമ്മൾ വറ്റിച്ചെടുക്കണം. അപ്പോൾ അത് കൈയെടുക്കാണ്ട് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക. അടി പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടൊക്കെ വെറുതെ ആവും. പായസം ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം ടൈമുള്ള സമയത്ത് തന്നെ നിങ്ങൾ ഉണ്ടാക്കുക. സേമിയ പായസമൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ പായസമൊക്കെ ആകുമ്പോൾ കുറച്ച് ടൈം തന്നെ വേണം. അപ്പോൾ വറ്റിയിട്ടുണ്ട് പാല്. ഇതിലേക്ക് ഞാൻ തലപ്പാൽ ഒഴിച്ചിട്ടുണ്ട്. തലപ്പാൽ ഒഴിക്കുന്ന സമയത്ത് പിന്നെ അധികം തിളപ്പിക്കരുത് കേട്ടോ. തലപ്പാൽ ഒഴിച്ചിട്ട് ചെറിയൊരു തിള വരുന്ന സമയത്ത് തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യണം. ഇതിലേക്ക് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്കും പാലും കൂടെ ചേർത്തിട്ടുള്ള ഒരു മിക്സും കൂടെ ഞാൻ ലാസ്റ്റായിട്ടൊന്ന് ഒഴിക്കുന്നുണ്ട്. ഇത് കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ആ ഒരു നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ആരും ഇങ്ങനെ ഈ പായസത്തിൽ അധികം ചേർക്കാറില്ല. അപ്പോൾ അത് നല്ലൊരു ടിപ്പും കൂടിയാണ്. നല്ല ടേസ്റ്റ് കൂട്ടുന്ന ഒരു കാര്യം ആണത്. അപ്പോൾ നമ്മളെല്ലാ ചേരുവയും ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ചെറിയ തിള വരുന്നുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മൾ ജീരകം, ഏലക്കായ, ചുക്ക്, ഇതൊരു കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ടിട്ടാണ് ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇത് ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് പൊടിഞ്ഞ് കിട്ടും. അതും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ മൂടി വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ആ ഫ്ലേവർ മൊത്തം പുറത്തു പോവും. ഇത് നമ്മളൊരു മൂടി വെച്ച് കഴിഞ്ഞാൽ ആ ഫ്ലേവർ മൊത്തം പായസത്തേക്ക് ശരിക്കും ഇറങ്ങും. ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങൾ മൂടി വെച്ചിട്ട് വറുത്തിട്ടാൽ മതി. അപ്പോൾ നമുക്കൊരു പാനിൽ നെയ്യ് ഒഴിച്ചിട്ട് തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും വറുത്തെടുക്കുക. ഇതിലേക്ക് ഉണക്കമുന്തിരി നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. ഞാനിവിടെ മക്കൾക്കൊന്നും ഇഷ്ടമല്ല, അവർ അത് കഴിക്കുന്ന സമയത്തൊക്കെ എടുത്ത് കളയും മുന്തിരിയാവുമ്പോൾ. ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ഇട്ടിട്ടുണ്ട്. തേങ്ങക്ക് പകരം നിങ്ങൾക്ക് കൊപ്ര എടുക്കാം കേട്ടോ. ഈ തേങ്ങാക്കൊത്തൊക്കെ കടിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ്. ഇനി ഇതൊരു പകുതി മൂപ്പാകുന്ന സമയത്ത് നമുക്ക് അണ്ടിപ്പരിപ്പും കൂടെ ഇതിൽ തന്നെ ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ മൂപ്പിച്ചെടുക്കാം. ഇങ്ങനെയാകുമ്പോൾ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. അപ്പോൾ നമ്മുടെ തേങ്ങ ഏകദേശം മൂപ്പായിട്ടുണ്ട്. ഇതിലേക്ക് അണ്ടിപ്പരിപ്പും കൂടെ ചേർത്തിട്ടുണ്ട് ഞാൻ. അണ്ടിപ്പരിപ്പ് ഒന്ന് കഴുകിയിട്ടാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. ജസ്റ്റ് ഒന്ന് വെള്ളം കൊണ്ടൊന്ന് കഴുകിയിട്ട് ഇത് നമുക്ക് പായസത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മൂന്നും കൂടെയുള്ള കോമ്പിനേഷൻ നിങ്ങൾ ആരും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ വിഷുവിനെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കുക.
നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കണം ഉണ്ടാക്കി നോക്കിയിട്ട്. നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.